എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു. എൻ്റെ കിച്ചുമോന് ഏറെ ഇഷ്ടപ്പെടാനിടയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് അവരെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള കേരളത്തിൻ്റെ ആദ്യത്തെ സയൻസ് സിറ്റി. ഞങ്ങളൊരു 11 മണിയോടുകൂടിയാണ് അവിടെ എത്തിയത്. ആദ്യം ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് 50 രൂപ മുതിർന്നവർക്കും 30 രൂപ കുട്ടികൾക്കുമാണ്. 3D തിയേറ്ററിലേക്ക് കയറണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 50 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി ശാസ്ത്ര കേന്ദ്രത്തിലേക്ക് പോവാണ്. അടിപൊളി ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഫൺ സയൻസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. മോൻ്റെ എക്സൈറ്റ്മെൻറ്റ് വാനോളം ഉയർന്നു. ടെസ്ല കോയില്, കോമ്പസ്, മാഗ്നറ്റ് തുടങ്ങി ധാരാളം ഐറ്റംസ് അവനെ ഉത്തേജിപ്പിക്കുന്നതായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അമിത ആവേശത്തോടെ അവൻ ഓരോന്നും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് ഇമ്പോസിബിൾ മിക്സറാണ്. എത്ര മിക്സ് ചെയ്താലും മിക്സ് ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ മിക്സ് ആവില്ല. അമ്മയും മോനും കൂടെ അത് കളിക്കുകയാണ്. ഒരുപാട് പസിൽസും ഫൺ ഗെയിംസും ഉണ്ട്. കിച്ചുവിനോടൊപ്പം ദേവി, കുഞ്ഞനും അമ്മ വരെ എക്സൈറ്റഡ് ആയി. ഇത് പ്ലാനറ്ററി മൂവ്മെന്റ് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. കുഞ്ഞുങ്ങളോടൊപ്പം മുതിർന്നവരെല്ലാം അവരുടെ ചെറുപ്പകാലത്തേക്ക് തിരിച്ചുപോയി. അവൻ ആ സൈക്കിളിൽ കയറി കസരത്ത് കാണിക്കുകയാണ്. അവന്റെ ആരോഗ്യം അവനെ അതിന് അനുവദിക്കുന്നില്ല, എന്നാൽ അവൻ ഒപ്പിച്ചു. അമ്മയും മോനും കൂടെ ഫ്ലോട്ടിംഗ് ഹെഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. അനിമേഷൻ്റെ തത്വം കാണിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ഇൻഫിനിറ്റി കിണറാണ്. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും ഒന്നും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വാച്ച് ചെയ്യണേ. ഒരു ഫുൾ ഡേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും സയൻസ് പഠിക്കാനുമുള്ള എക്സ്പെരിമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതായത് കാലിഡോസ്കോപ്പാണ്. മോള് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭംഗിയാന്ന് നോക്കി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിക്കാനായിട്ട്, ബോളിനെ മുകളിൽ എത്തിക്കാനായിട്ട്. മിറർ ഇലൂഷനാണ് ഇത്. എല്ലാവരുടെയും പ്രതിബിംബം ഇപ്പോൾ ലൈറ്റ് സ്ക്രീനിൽ തെളിഞ്ഞു വരും. അവിടെ നിന്ന് ഞങ്ങൾ 3D തിയേറ്ററിലേക്കാണ് പോയത്. ഭൂമിയുടെ ഉത്ഭവം തുടങ്ങി പ്ലാനറ്ററി മൂവ്മെൻറ്റ്സ് തുടങ്ങി ഗ്രഹങ്ങളെ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിലുള്ള മറൈൻ ബയോളജി ഗാലറിയിലേക്കാണ് പോയത്. അവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ ന്യൂ ഡെവലപ്മെൻറ്റ്സിൻ്റെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ബോട്ടണി ആൻഡ് ബയോടെക്നോളജിയുടെ ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് ബയോഇൻഫോർമാറ്റിക്സിൻ്റെ ഒരു ഏരിയയിൽ നമ്മുടെ 3D ഇമേജ് എടുത്തിട്ട് നമ്മുടെ ഡിസീസസിനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂച്ചർ ടെക്നോളജിയുടെ ഒരു ഗാലറിയാണ്. 3G മുതൽ 5G വരെയും ബുള്ളറ്റ് ട്രെയിൻ വരെയും ഒക്കെയുള്ള ടെക്നോളജികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഭംഗി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഡൈനോസർ പാർക്കിലേക്കാണ് പോയത്. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് പുറത്ത് കുറേ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഡൈവേഴ്സിറ്റി പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക്, പ്ലാനറ്റോറിയം ഒക്കെ നിർമ്മാണത്തിലിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. 2025 കേരളത്തിൻ്റെ ആദ്യത്തെ സയൻസ് പാർക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹോംലി ഫുഡ് ലഭിക്കുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ടിക്കറ്റ് കൊടുക്കുന്നത് 4:30 വരെയാണ്. എല്ലാ പേരൻസും സയൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും കാണിക്കേണ്ട ഒരു സ്ഥലമാണ് കോട്ടയം സയൻസ് സിറ്റി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ജിത്തു.